അപ്പോൾ നൗഷാദ് റെസിപ്പീസ് പെരിന്തൽമണ്ണയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ബീഫ് ഒലർത്താണ് കേട്ടോ. അത് എങ്ങനെ നമുക്ക് വീട്ടിൽ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ അതിനെ നമ്മൾ 1.5 കിലോ ബീഫ് എടുത്തിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, നല്ല അടിപൊളി പോത്തിറച്ചിയാണ് നമുക്ക് കിട്ടിക്കണേ. ഇനി നമുക്കിത് ചെറുതാക്കി നുറുക്കിയെടുത്തിട്ട് നല്ലവണ്ണം കഴുകണം കേട്ടോ, കഴുകിയെടുക്കണം. അപ്പോൾ നമുക്കത് നുറുക്കിയെടുക്കാം. ഇപ്പോൾ ബീഫ് നമ്മൾ ചെറുതാക്കി നുറുക്കിയിട്ടുണ്ട് കേട്ടോ. ചെറുതാക്കി നുറുക്കി നല്ല കഴുകി വൃത്തിയാക്കി എടുത്താണ്. കണ്ടോ, ഈ ഒരു വലിപ്പത്തിനാണ് നമ്മൾ എടുത്തിട്ടുള്ളത് കേട്ടോ. ബീഫ് വളർത്ത് ഉണ്ടാക്കുമ്പോൾ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നുറുക്കാൻ ഏറ്റവും നല്ലത്. നമ്മൾ സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു കടായി പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം ആദ്യം. അപ്പോൾ കടുക് നല്ല പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 സവാള, വലിയ സവാള അരിഞ്ഞ് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് പെട്ടെന്ന് ഉള്ളി ഒന്ന് വാടി വരാനാണ്. ഇത് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കാം നമുക്ക്. ഉള്ളി ഒന്ന് മൂത്ത് വരണം കേട്ടോ. അതുവരെ നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വെളിച്ചെണ്ണയാണ് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ കേട്ടോ. വെളിച്ചെണ്ണ ആണെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആവും ഇതിന്. വേറെ ഓയിലുകൾ ഉപയോഗിക്കാം, കുഴപ്പമൊന്നുമില്ല. വെളിച്ചെണ്ണ ആകുമ്പോൾ ഒന്നുകൂടി ഒരു ടേസ്റ്റ് കൂടും കേട്ടോ നമ്മൾ വളർത്തിന്. ഉള്ളി ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ഒരു 3 പച്ചമുളക് നടു കീറിയത് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ഇഞ്ചി ചതച്ചത് നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. 2 ടേബിൾ സ്പൂൺ ഉണ്ടാവും. അതേപോലെ വെളുത്തുള്ളി ചതച്ചതും അതേപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യാം. അതായത് പച്ചമണൊക്കെ മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. പച്ചമണൊക്കെ ഒന്ന് മാറി ഇനി ഒരു തക്കാളി നമ്മൾ ചെറുതാക്കി അരിഞ്ഞത് നമ്മൾ ഇതിലേക്ക് ഇട്ടിട്ടുണ്ട്. ഒരു തക്കാളി ഇട്ട് കൊടുക്കണുള്ളൂ കേട്ടോ. തക്കാളി ഇതിന് ഓവറായിട്ട് വേണമെന്നില്ല. ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. എളുപ്പം തക്കാളിക്ക് ഒന്ന് വെന്ത് കിട്ടും. ഒന്ന് തുറന്നു നോക്കാം നമുക്ക്. നമ്മളെ തക്കാളിയൊക്കെ നല്ല വെന്ത് വന്നിട്ടോ. ഇതിലേക്ക് നമുക്ക് മസാലപ്പൊടികൾ ചേർക്കുന്നുണ്ടോ. തീ ഒരു ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. മഞ്ഞൾപ്പൊടി ഒരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കണം കേട്ടോ. മല്ലിപ്പൊടി ഒരു 3 ടേബിൾ സ്പൂൺ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത്. അതിനുശേഷം കുരുമുളക് പൊടി ഒരു 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണമെങ്കിൽ നമുക്കത് കൂടുതൽ ചേർക്കാം. അവസാനം 1 ടീസ്പൂൺ ഗരം മസാല ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഏലക്കായ്, ഗ്രാമ്പൂ, പട്ട ഇത് 3 പൊടിച്ചതാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. ഒരു നുള്ള് വലിയ ജീരകം നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക്. പച്ചമണൊക്കെ ഒന്ന് മാറി ഉഷാറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ബീഫ് ഇട്ട് കൊടുക്കാം. നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ച ബീഫ് നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. മസാലയൊക്കെ നല്ലതുപോലെ പൊടിക്കത്തക്ക രീതിയിൽ നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ക്രിസ്മസ് ഒക്കെയാണ് വരാൻ പോണത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇതേപോലെ ക്രിസ്മസ് ഒക്കെ ആകുമ്പോൾ ഇതേപോലെ തന്നെ ഒന്ന് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. അടിപൊളിയാവട്ടോ ബീഫ് വളർത്ത്. അപ്പോൾ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ വേവാനുള്ള കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് പറഞ്ഞു കൊടുക്കാം. ഇതിൽ ഓൾറെഡി കുറച്ച് വെള്ളം ഉണ്ടാവും നമ്മുടെ ബീഫിൽ. അപ്പോൾ കുറച്ച് വെള്ളം പറഞ്ഞു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം പറഞ്ഞു കൊടുക്കാം. ഒരു വലിയ മൂപ്പില്ലാത്ത പോത്താണ്, അതുകൊണ്ട് പിന്നെ വേവാനൊക്കെ എളുപ്പമുണ്ട് കേട്ടോ. അധികമൊന്നും വേവേണ്ട ആവശ്യം 1 മണിക്കൂറൊക്കെ ഒന്ന് വെന്താൽ മതി. നമുക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അപ്പോൾ ഉപ്പിട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഉള്ളി മാറ്റിയപ്പോൾ നമ്മൾ കുറച്ച് ഉപ്പ് ഇട്ടതാണ്. അപ്പം അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ഇത് നോക്കിയിട്ട് ഉപ്പിടാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പൊക്കെ പാകത്തിനാണ്. പിന്നെ നമുക്ക് മൂടി വെച്ചിട്ട് ഒരു 1 മണിക്കൂറോളം വേവിച്ചെടുക്കാം. അതിന് ശേഷം വേവ് ഇനി വേണമെന്നുണ്ടെങ്കിൽ പിന്നെ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് വേവിച്ചെടുക്കണം കേട്ടോ. ഇപ്പോൾ ഒരു 1/2 മണിക്കൂറായിട്ടുണ്ട്. നമുക്ക് തുറന്നു നോക്കാം.
ഒന്ന് ഇളക്കി കൊടുക്കണം. ഏകദേശം ഒരു അരമണിക്കൂറും ആയിക്കഴിഞ്ഞത് നമ്മുടെ ബീഫ് വേവും. നമ്മുടെ ഈ വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് വറ്റി വരണം കേട്ടോ. അതുവരെ നമുക്കിത് വേവിച്ചെടുക്കാം. ഏകദേശം ഒരു 3/4 മണിക്കൂറായിട്ടോ. ഇത് തുറന്നു നോക്കാം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. ഇറച്ചിയൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഒന്ന് വെന്ത് വരുന്നുണ്ട് കേട്ടോ. ഒരു 15 മിനിറ്റ് കൂടി ഇരുന്നാൽ ഈ വെള്ളം പറ്റും. നമ്മൾ ഉഷാറായി കിട്ടും നമുക്ക് ബീഫ്. നമ്മളെ ബീഫ് ഏകദേശമൊക്കെ ഒരു 90% വെന്ത് കേട്ടോ. ഇത് നമുക്കത് ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഈ വെള്ളം നമുക്ക് വറ്റിച്ചെടുക്കാം കേട്ടോ. വെള്ളം വറ്റി വന്ന അതിലത്തെ മസാലകളൊക്കെ നമ്മളെ ബീഫിലേക്ക് പിടിക്കും കേട്ടോ. അപ്പോൾ അതിനാണ് നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കണം. ഒരു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ വെള്ളം വറ്റിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെ ബീഫ് വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ പാത്രം അത്യാവശ്യം കനമുള്ള പാത്രം വേണം കേട്ടോ. കനമില്ലാത്ത പാത്രമാണെങ്കിൽ പെട്ടെന്ന് അത് അടി പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കനമുള്ള പാത്രം അതിൻ്റെ ഒരു കുഴപ്പമില്ല. സുഖമായിട്ട് നമുക്കിത് വെള്ളം വറ്റിച്ചെടുക്കാം. ഇത് വെള്ളം വറ്റി വരുന്നുണ്ട്. നിങ്ങൾ കുക്കറിലാണ് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഒരു 5-8 വിസിൽ അടിച്ചതിന് ശേഷം ഇതേപോലെ ഒരു കടായിലേക്ക് പാർന്ന് കൊടുത്തിട്ട് ഇതേപോലെ വറ്റിച്ചെടുത്താൽ മതി കേട്ടോ. നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ മസാല ഒക്കെ കറക്റ്റ് ഇതിലേക്ക് ബീഫിലേക്ക് പിടിക്കും. അപ്പൊ നല്ല വെള്ളം ഇങ്ങനെ വറ്റി വരുന്നുണ്ട് കേട്ടോ. ഇതൊട്ടും വെള്ളം പാടില്ല കേട്ടോ. വെള്ളത്തിന്റെ അംശം തന്നെ കാണാൻ പാടില്ല. ആ ഒരു രീതിയിലേക്ക് ഇത് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നമ്മളെ ഒലത്ത് ശരിയാവുള്ളൂ. നമ്മളെ ബീഫിലെ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടോ. ഇനി ഒരു 2 മിനിറ്റോളം അങ്ങനെ കൈ വിടാതെ ഇളക്കി കൊടുക്കാം. അതേപോലെ തീരെ ഹൈ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതേപോലെ ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പൊ നല്ലതുപോലെ ഇട്ട് വെള്ളം വറ്റി വരും. അപ്പൊ നമ്മുടെ ബീഫ് വെള്ളം നല്ലോണം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ വെള്ളത്തിന്റെ ഒരു ഇതുമില്ല കേട്ടോ. അപ്പോൾ ഉഷാറായി വന്നിട്ടുണ്ട്. ഇനി അധികം മുരിഞ്ഞും പോകരുത് കേട്ടോ. മുരിഞ്ഞു പോകരുതേ. അപ്പൊ ഒരു വെള്ളം നല്ല വണ്ണം വറ്റിയതിന് ശേഷം നമുക്കതിന്റെ ഇറക്കി വെക്കാം. നല്ല വെള്ളം വറ്റി വന്നിട്ടുണ്ട്. തുള്ളി വെള്ളത്തിന്റെ ഒരു ഇതില്ല കേട്ടോ. ഇറക്കി വെക്കാം. അപ്പൊ ഇനി സ്റ്റവ് കത്തിച്ചതിന് ശേഷം ഒരു പാൻ വെച്ച് കൊടുക്കാം കേട്ടോ. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പൊ എണ്ണ നല്ല ചൂടായി വന്നിട്ടുണ്ട്. ഇതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം കേട്ടോ. ചെറുതാക്കി എരിഞ്ഞ തേങ്ങാക്കൊത്ത് ഏകദേശം ഈ വലിപ്പം മതി കേട്ടോ. വലിയ കഷ്ണമായി പോകരുതേ. അപ്പൊ അതില് ബീഫിൽ കിടക്കുമ്പോൾ ഒരു രസം ഉണ്ടാവില്ല കാണാൻ. വലുതായിട്ട് നിങ്ങൾക്ക് കിടന്നെങ്കിൽ ഇടും ചെയ്യാം കേട്ടോ. കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ചെറിയ കഷ്ണങ്ങളായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഒരു തേങ്ങയുടെ പകുതി ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം നമുക്ക്. അപ്പോൾ ഏകദേശം ആയി വരുന്നുണ്ട് കേട്ടോ നമ്മളെ തേങ്ങാക്കൊത്ത്. എണ്ണയിൽ ഇങ്ങനെ വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചെടുത്ത് ഇത് ഇറച്ചിയുടെ ഒപ്പം അങ്ങനെ കടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് കേട്ടോ. നല്ല പച്ചക്കിട്ടാൽ പിന്നെ അതിൻ്റെ ഒരു രുചി കിട്ടൂല കേട്ടോ. അപ്പോൾ ഇത് ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഒരു 10-20 ചെറിയുള്ളി നമ്മൾ അരിഞ്ഞിട്ടുണ്ട്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ചെറിയുള്ളി ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് കറിവേപ്പിലും ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിത് നമ്മുടെ ബീഫിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ തീ കത്തിച്ചിട്ടില്ല കേട്ടോ. തീ ഓഫാക്കി വെച്ചിട്ട് തന്നെയാണ് മിക്സ് ചെയ്യണത്. ഇനി കത്തിക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ഞങ്ങൾ കൊത്തിട്ട ഒലത്ത് റെഡിയായി കണ്ടോ. ഓരോ പീസും ഇങ്ങനെ പെറുക്കി എടുക്കാം കേട്ടോ. ആ രൂപത്തിൽ ഇത് വരണം കണ്ടോ. ഗ്രേവി ഒന്നും ഇല്ലാത്ത രീതിയിൽ അത്യാവശ്യം മസാല എല്ലാ കാര്യങ്ങളും ഉണ്ട്. കണ്ടോ ഒരു ഗ്രേവി ഇതിലില്ല. ഓരോ പീസ് പെറുക്കി എടുത്ത് തിന്നാം. ആ ഒരു രൂപത്തിൽ വേണം ഇത് ഇതേപോലെ ഉണ്ടാക്കിയെടുക്കാൻ കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ് കേട്ടോ. അത്യാവശ്യം വേവും ചെയ്തിട്ടുണ്ട് നമ്മളെ ബീഫ്. നമുക്ക് കഴിച്ചു നോക്കാം. എൻ്റെ പൊന്നെ നല്ല രുചി കേട്ടോ. അടിപൊളിയായിട്ട് നമ്മുടെ ബീഫ് പുലർത്ത് തേങ്ങാക്കൊത്തൊക്കെ ഇട്ട് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇനി എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ
എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത് ചോറിൻ്റെ കൂടെയും പൊറാട്ടൻ്റെ കൂടെയും പിന്നെ നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റിയത് തന്നെ കേട്ടോ. ചോറിൻ്റെ കൂടെ വേറെ കറിയൊന്നും വേണ്ട, ഇത് മാത്രം മതി കേട്ടോ. അതോ അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായി വന്നിട്ടുണ്ട് കണ്ടോ. അത് നല്ല അടിപൊളി വന്നിട്ടായിരുന്നു. ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതേപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നമുക്ക് ഇതേപോലെ പുതിയ വീഡിയോകൾ നമുക്ക് വരേണ്ടതാണ് കേട്ടോ. അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.